നമ്മളിപ്പോൾ പറഞ്ഞു ARC സിസ്റ്റം. അടുത്ത രണ്ടാമത്തേതാണ് FNR എന്ന് പറയുന്നത്. FNR എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂമറേറ്റ് നൈട്രേറ്റ് റിഡക്റ്റേസ്. ഓക്കെ, ഫ്യൂമറേറ്റ് നൈട്രേറ്റ് റിഡക്റ്റേസ് എന്ന് പറയുന്ന ഒരു ഇതാണ് FNR എന്ന് പറയുന്നത്. അതായത് എയറോബിക് കണ്ടീഷനിൽ നിന്നും അനേറോബിക് കണ്ടീഷനിലേക്ക് മാറുമ്പോഴത്തേക്കും എന്താണ്, അനേറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള ജീൻസിനെ ആവശ്യമാണ്. അപ്പോൾ എന്നിട്ട് എയറോബിക് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ജീൻസിനെ എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് ഈ റെഗുലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ റെഗുലേഷനിൽ ഒരു പാർട്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ റെഗുലേഷനിൽ വരുന്ന ഒരു പാർട്ടാവുന്ന പ്രോട്ടീനെ നമ്മൾ FNR പ്രോട്ടീൻ എന്നും, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള FNR ജീൻ എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന ജീനാണ് FNR ജീൻ. ദെൻ ആ പ്രോട്ടീനാണ് ക്യാപിറ്റൽ FNR പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ FNR പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് റെഗുലേറ്റർ ആണ്. ഓക്കെ, പോസിറ്റീവ് റെഗുലേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഫോർ മെനി ജീൻ ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ഓൺലി ഡ്യൂറിങ്, അതായത് അനേറോബിക് ഗ്രോത്തിൻ്റെ സമയത്ത് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന കുറേ ജീൻസ് ഉണ്ട്. ആ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ട്രാൻസ്ലേഷൻ ജീൻസിൽ നിന്ന്, അതായത് ജീൻ ഫോർമേഷൻ, ജീൻസിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. mRNA നിന്ന് പ്രോട്ടീൻ ആവുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ അനേറോബിക് കണ്ടീഷനിലേക്ക് മാറുമ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് FNR പ്രോട്ടീൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഈ ജീൻസ് അനേറോബിക് റെസ്പിറേറ്ററി എൻസൈംസ് ആയിട്ടുള്ള ഫ്യൂമറേറ്റ് റിഡക്റ്റേസ്, അതുപോലെ തന്നെ മറ്റ് എൻസൈംസ് പൈറുവേറ്റ് ഫോർമേറ്റ് ലയേസ്, ഫോർമേറ്റ് ഡീഹൈഡ്രോജനേസ്, അങ്ങനെയുള്ള എൻസൈംസിനെ എല്ലാം എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. ആ എൻസൈംസ് ഒക്കെ എന്തിനാവശ്യമാണ്? അനേറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ അതിനെ ഇത് ചെയ്യും. അപ്പോൾ ഈ ആക്ടിവിറ്റി FNR എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, എപ്പോഴാണ് ഇന്നാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ, ഇനി ഈ FNR ഇന്നാക്റ്റീവ് സ്റ്റേജും ഉണ്ട്, FNR ആക്റ്റീവ് സ്റ്റേജും ഉണ്ട്. ഓക്കെ, ഈ FNR എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്? ഓക്സിജൻ്റെ ആബ്സെൻസിൽ. ഓക്കെ, ഓക്സിജൻ എപ്പോൾ ആബ്സെൻ്റ് ആവുന്നോ ആ FNR അപ്പോൾ അവിടെ ആക്റ്റീവ് ആവും. ഇനി എപ്പോഴാണ് ഇന്നാക്റ്റീവ് ആവുന്നത്? ഓക്സിജൻ്റെ പ്രസൻസിൽ. ഓക്സിജൻ എപ്പോൾ പ്രസൻ്റ് ആണോ അപ്പോൾ അവിടെ എന്ത് ചെയ്യും? FNR ഇന്നാക്റ്റീവ് കണ്ടീഷനിലേക്ക് മാറും. ഇനി ഈ FNR ആക്റ്റീവ് ആയി കഴിയുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അനേറോബിക് കണ്ടീഷനിൽ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ട് അതിന് എന്തൊക്കെ എൻസൈംസ് ആവശ്യമാണോ അത് എന്തൊക്കെയാണെന്ന് നോട്ടിലുണ്ട്. അസ്പാർജിനേസ് 2, അസ്പാർട്ടേറ്റ്, ഫോർമേറ്റ് ഡീഹൈഡ്രോജനേസ്, ഫ്യൂമറേറ്റ് റിഡക്റ്റേസ്, നൈട്രേറ്റ് റിഡക്റ്റേസ് എന്നൊക്കെ പറയുന്ന കുറേ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ സൈറ്റോക്രോം ഓക്സിഡേസ്, അങ്ങനെയുള്ള കുറച്ച് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ റിപ്രസ് ചെയ്യും. അതാണ് FNRൻ്റെ ആക്റ്റീവ് കണ്ടീഷനിൽ. അപ്പോൾ ഓക്സിജൻ്റെ ആബ്സെൻസിൽ FNR എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഓക്സിജൻ്റെ പ്രസൻസിൽ FNR ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട്, അതായത് ഇത് പഠിക്കുമ്പോഴത്തേക്ക് FNR സിസ്റ്റം എന്താണെന്നും, then FNR സിസ്റ്റം ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്, ഇന്നാക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്, ഇനി ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ഏതൊക്കെ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഏതൊക്കെ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ റിപ്രസ് ചെയ്യുന്നു എന്നുള്ളത് എഴുതി ഈ പടവും കൂടെ ഇതാക്കുന്ന, ഇതിനകത്ത് എൻസൈംസിൻ്റെ പേരൂടെ ഇവിടെ എഴുതണം. അപ്പോൾ അതുകൂടെ എഴുതുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു ഫുള്ള് FNR എഴുതി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ FNRൽ ഇനി റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഇത് കൊണ്ടുണ്ട്. FNRൽ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നതാണ്. ഓക്കെ, ഈ FNRനകത്ത് എന്തുണ്ട്? ആക്റ്റീവായിട്ടുള്ള FNR. ഓക്കെ, ആക്റ്റീവായിട്ടുള്ള ഒരു FNR എന്ന് പറയുന്നത് ഒരു ഹോമോ ഡൈമറാണ്. ഓക്കെ, ഒരു ഹോമോ ഡൈമറാണ്. ആക്റ്റീവായിട്ടുള്ള FNR എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോ ഡൈമറാണ്. എന്തിൻ്റെ ഹോമോ ഡൈമറാണ്? അയൺ സൾഫർ പ്രോട്ടീൻ. ഓക്കെ, അയൺ സൾഫർ പ്രോട്ടീൻ്റെ ഒരു ഹോമോ ഡൈമറാണ്. ഈ ഹോമോ ഡൈമറിലെ ഓരോ മോണോമറും, ഓക്കെ, ഓരോ മോണോമറും എന്താണ്?
ഓക്സിജൻ ലബയിലാണ്. ഓക്സിജൻ ലബയിൽ എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ ഇതെല്ലാം എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകും. അത് അവിടെ നിന്ന് ഇപ്പോൾ അറ്റാച്ച് ചെയ്തപ്പോൾ ഈ മോണോഡൈമർ ഈ FNRൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഇത് ആക്റ്റീവായിട്ടിരിക്കത്തുള്ളൂ. ഓക്സിജൻ്റെ പ്രസൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്സിജൻ വന്ന് ഇവിടെ ബൈൻഡ് ചെയ്താൽ ഇത് ഓക്സിജനോട് ലബയിലാണ്. ഓക്സിജൻ വന്നാൽ അതിനെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഓക്സിജൻ വന്നാൽ ഇതിവിടെ നിന്ന് റിമൂവ് ആവും. ഈ ഹോമോഡൈമർ ഇതിൽ നിന്ന് ഈ FNRൽ നിന്നും റിമൂവ് ആയിക്കഴിഞ്ഞാൽ ഇതെന്ത് ആയിപ്പോകും, ഇന്നാക്റ്റീവ് സ്റ്റേജിലേക്ക് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ടുള്ള FNR എന്ന് പറയുന്നത് എന്തിൻ്റെ ഹോമോഡൈമറാണ്, അയൺ സൾഫർ പ്രോട്ടീൻ്റെ ഹോമോഡൈമറാണ്. അതിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ മോണോമറും ഓക്സിജനോട് ലബയിലാണ്. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിൽ അത് അവിടെ നിന്ന് റിമൂവ് ആയി പോകും. ആ ക്ലസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്ത് ആ പ്രോട്ടീൻസിൽ നിന്ന് അത് റിമൂവ് ആയി പോകും. ദെൻ FNR എന്തായി പോകും, ഇന്നാക്റ്റീവ് കണ്ടീഷനിലേക്ക് പോകും. ഇന്നാക്റ്റീവ് കണ്ടീഷനിലേക്ക് പോകുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇനി ഓക്സിജൻ്റെ ആബ്സെൻസിലാണെങ്കിൽ ഈ FES ക്ലസ്റ്റർ, ഓക്കെ, അതായത് അയൺ സൾഫർ പ്രോട്ടീൻസ് ക്ലസ്റ്റർ എന്ത് ചെയ്യും, വീണ്ടും ഇതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ദെൻ ഇത് വീണ്ടും ആക്ടിവേറ്റ് ആവും. അതാണ് മുമ്പേ പറഞ്ഞ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?